വയനാട് പനമരം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട മാരുതി കാർ കടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ റിയൽ റീച്ച് ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനം തകർന്നു. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ് വയനാട് നിന്നും. അനൂപ്, സ്ഥാപനം തകർന്നു, വാഹനം ഇടിച്ചു കയറി സ്ഥാപനം തകർന്നു എന്ന് മനസ്സിലാകുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല. വയനാട് പനമരം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട് ഈ മേൽഭാഗത്തുള്ള റോഡിൽ നിന്ന് താഴേക്ക് വന്ന ഈ റോഡ് മുറിച്ചു കടന്ന് അപ്പുറത്തുള്ള റിയൽ റിച്ച് ഹോം അപ്ലയൻസ് എന്ന ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഷോപ്പിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഈ വാഹനം ഇടിച്ചിട്ടുണ്ട്. അത് തുടർന്ന് ഈ ഓട്ടോറിക്ഷയും നിയന്ത്രണം വിട്ടുപോയി. അതേസമയം ആ വഴി ഇറങ്ങി വന്ന വഴിയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ തലനാരിക്കാണ് അവർ ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അമിത വേഗത്തിലേക്ക് ഇറക്കത്തിലേക്ക് വന്ന വാഹനത്തിന് മുന്നിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും ഈ വാഹനം ഈ റിയൽ റിച്ച് ഹോം അപ്ലയൻസ് ഷോപ്പിലേക്ക് ഇടിച്ചു കയറി അതിന്റെ ഗ്ലാസ് ചില്ലുകൾ ഇടിച്ചു തകർത്താണ് അകത്തേക്ക് കയറിയത്. കാര്യമായ അപകടങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുൻപാണ്, ഈ 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അനൂപ്, ഈ വാഹനം നിയന്ത്രണം വിടാനുള്ള കാരണം അമിത വേഗതയാണോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ? ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. ഈ വിധത്തിൽ ആ വാഹനം നിയന്ത്രണം വിട്ട് എത്താനുണ്ടായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്ന വിവരം. ബ്രേക്ക് നഷ്ടപ്പെട്ടതിനാലാണ് എന്നുള്ളതാണ് ഒരു വിവരം. ഓക്കെ, വ്യക്തമാണ് അനൂപ്. വയനാട് പനമരത്ത് കാർ നിയന്ത്രണം വിട്ട് കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറി. വലിയ ആളപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കടയുടെ മുൻവശം തകർന്നു. നിയന്ത്രണം വിട്ട് വാഹനം വന്ന് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.